നെടുമങ്ങാട് പുല്ലമ്പാറ മാമൂട് മലയിൽ പ്രവർത്തിക്കുന്ന നീനു ക്രഷർ ഇൻഡസ്ട്രീസ് എന്ന പാറക്വാറി 180-ലധികം വരുന്ന കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഉഗ്രസ്ഫോടനത്തോടെയുള്ള പാറഖനനം മൂലം 2 വീടുകൾ ഇടിഞ്ഞു താഴ്ന്നു. 40 വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ആഘാത പഠന അതോറിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ് പാറ ഖനനം നടന്നുവരുന്നത്. നമുക്കതൊന്ന് കണ്ടുവരാം. നെടുമങ്ങാട് താലൂക്കിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ മാമൂട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്തു വരുന്ന പാറക്കോറി 150-ലധികം വരുന്ന കുടുംബങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. 3 പതിറ്റാണ്ടിലധികമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനമാണ് ഇവിടെ ഉഗ്രസ്ഫോടനത്തോടെ പാറ ഖനനം നടത്തി വരുന്നത്. ഇതുമൂലം ഈ സ്ഥലത്തെ തന്നെ 40ഓളം വീടുകൾ ഇതിനോടകം വിള്ളൽ വന്നിരിക്കുകയാണ്. ജീവന് ഭീഷണിയായി മാറുമ്പോൾ തന്നെ ഈ പാറക്കോറി സംസ്ഥാന പരിസ്ഥിതി ആഘാത പഠന അതോറിറ്റിയുടെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗുരുതരം. ാണ് ഈ പൊട്ടൽ വന്നത്. ഈ കോറിയിൽ നിന്ന് പാറ പൊട്ടിക്കുന്നത് കൊണ്ടാണ് ഈ പൊട്ടലത്തിന് വന്ന് നശിച്ചത്. എന്ത് ചെയ്യുന്ന ഒരവസ്ഥയല്ല, എന്ത് ചെയ്യും. ഞാൻ ഈ പിള്ളേരെ എല്ലാം കൊണ്ട് എവിടെ പോകുന്ന ഒരവസ്ഥയിൽ എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത്. ഇപ്പോൾ പേടിയുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. നമുക്ക് എങ്ങനെ കിടക്കും, വേറെ നിങ്ങളുടെ ഇല്ല കിടക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം. അല്ല എവിടെ പോകും. ഭൂമി ഉലുക്കം പോലെയാണ് ഇവിടെ രാത്രിയിൽ പാറ പൊട്ടിച്ച് മാറ്റും. ഡെയിലി 250 ലോഡാണ് ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയാലിസിസ് രോഗിയാണ്. BP കൂടി ഡയാലിസായി ഇപ്പോഴാഴ്ചയിൽ 2 ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വസ്തുവൊക്കെ വിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കണമില്ല. രാവിലെ മുതലുള്ള പാറ വെടിവയ്പ്പാണ്. അപ്പോഴത്തേക്ക് ഓരോ വീട് ഇങ്ങനെ ഈ വൈബ്രേഷൻ വന്ന് വീട്ടിനകത്ത് കുടുക്കം പോലെ ഉണ്ടാവാറുണ്ട്. കട്ടിലാണെങ്കിൽ അതങ്ങനെ നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് ഒരു കുലുക്കം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 2 വീട് തന്നെ ഒരു ഉപയോഗവും ഇല്ലാതെ കിടക്കുകയാണ്. അപ്പോഴും മഴ പെയ്യുമ്പോൾ നമുക്കും ഭയമുണ്ട്. നമുക്കും ഇവിടെ 2 കുട്ടികളുണ്ട്. പുല്ലമ്പാറ ജംഗ്ഷൻ മുതൽ മുക്കുടൽ വരെയുള്ള ഈ റോഡിൻ്റെ ഇരുഭാഗത്തുമുള്ള ഏകദേശം ഒരു 10-40ഓളം വീടുകൾ തകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം 15 തീയതി മാമൂട് ജംഗ്ഷനിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. 7 ജീവനുകൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 4 കുഞ്ഞുങ്ങളും 3 അമ്മമാരും അവരെ ഒരു 2 മണിക്കൂർ മുമ്പ് അവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. കാലവർഷം രൂക്ഷമായപ്പോൾ തലസ്ഥാനത്തെ മലയോര പ്രദേശത്തെ ഒരു നാട് മുഴുവൻ ഭീതിയിൽ കഴിയുകയാണ്. ഏതു നിമിഷവും മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടാകുമെന്ന ഭയത്തിലാണ് മാമൂട്ടിലെ ജനജീവിതം മുന്നോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അരുൺ സോളമൻ ഉണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. ഈ നീനു ക്രഷർ യൂണിറ്റ് അല്ലേ, ഈ സ്ഥാപനത്തിന് പഞ്ചായത്തിന് അനുമതിയൊന്നും ഇല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. നിലവിൽ 2023 ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് ആ പ്രദേശത്തെ പുല്ലമ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന 2 നില വീട് ഇടിഞ്ഞ് മണ്ണിനടിയിൽ തകർന്ന് വീഴുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെ വലിയ ഒരു പ്രക്ഷോഭം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും നിലവിൽ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് ഈ കോറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയായിരുന്നു. എന്നാൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയപ്പോൾ ഈ പാറക്കോറിയിലെ ഉടമസ്ഥൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും താൽക്കാലിക ഒരു ഉത്തരവ് നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നിലവിൽ 3 മാസം കൂടുന്തോറും സുപ്രീം കോടതിയെ സമീപിച്ച് താൽക്കാലിക ഉത്തരവ് നേടിയാണ് ഉഗ്രസ്ഫോടനത്തോടുകൂടി ഈ പാറ ഖനനം അവിടെ നടത്തി വരുന്നത്. നിലവിൽ പുല്ലമ്പാറ, മരുന്നുമൂട്, അത് മുത്തിക്കാവ്, ഈ മുക്കുടിൽ എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ തന്നെ വേങ്കബല, ഒരു സെറ്റിൽമെന്റ് ഏരിയ ഉൾപ്പെടുന്ന വലിയ പ്രദേശം, 150-ലധികം വരുന്ന കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായി ജീവിക്കുന്നത്. ഒരു തരത്തിൽ അവർ ഇപ്പോൾ ഈ കാലവർഷ മഴയൊക്കെ വന്നപ്പോൾ വലിയ തോതിൽ ഭയപ്പാടുണ്ടായിരുന്നു. വലിയ ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ ജീവിച്ചു വരുന്നത്. പലപ്പോഴായിട്ട് പഞ്ചായത്തിനോടും അതുപോലെ തന്നെ സ്ഥലം MLA DK മുരളിയോടും അടക്കമുള്ളവർക്ക് പരാതി നൽകുകയും മുഖ്യമന്ത്രിക്കൊക്കെ പരാതി നൽകിയിട്ടും ഇതിന് പരിഹാരം കാണാനായിട്ട് ഇതുവരെയും സംസ്ഥാനത്തെ ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ കോടതി ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാറ കോറിയുടെ ഉടമസ്ഥൻ ഈ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തുകയും പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുകളിലടക്കം ഈ പരാതി നൽകിയവർക്കെതിരെ പരാതി നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ 40-ലധികം വീടുകൾ തകർച്ചയുടെ വക്കിലാണ്. അതിൽ 12-ലധികം വീടുകൾ ഏറെക്കുറെ തകർന്നിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീട് പുതുതായിട്ട് നിർമ്മിച്ച വീടാണ്. ആ വീട്ടിൽ താമസിച്ച് ഒരു ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ വീടാണ് 2023 ഒക്ടോബർ മാസം മണ്ണിനടിയിൽ താഴ്ന്നു പോയത്. തലനാരിഴയ്ക്കാൻ ആ വീട്ടിലെ 7 അംഗ കുടുംബം രക്ഷപ്പെട്ടു. കാരണം ഈ ഉടമയൊക്കെ എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിക്കുന്നത് എന്നുള്ളതാണ്. പലരുടെയും പിന്തുണയുണ്ടാകുമല്ലോ ഈ വിഷയത്തിൽ. ഇപ്പോൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല. നടത്താതെ എങ്ങനെയുള്ള ഒരു ക്വാറിക്ക് പ്രവർത്തനാനുമതി കിട്ടുക? അരുൺ, ഇതിൽ ഈ നീനു ക്രഷർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് 2018 അന്ന്
ജില്ലാ ഭരണകൂടത്തിന്റെ സംസ്ഥാന പാരിസ്ഥിതിക ആഘാത പഠന വകുപ്പിന്റെ ഒരു അനുമതി ഇവർക്ക് ലഭിച്ചിരുന്നു. അന്ന് അത് മതിയായിരുന്നു ഒരു പാറക്കോറിക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാനായിട്ട്. കാരണം ഓരോ ജില്ലകൾക്കുമായിരുന്നു അതിന്റെ അതോറിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു വിഷയം അധികമായിട്ട് പാറക്കോറിയുമായി ബന്ധപ്പെട്ട് പല നാട്ടുകാരും പലപ്പോഴായിട്ട് വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ സംസ്ഥാന പഠന അതോറിറ്റിയുടെ വകുപ്പിന്റെ അനുമതി വേണമെന്നുള്ളൊരു ഉത്തരവ് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ ഉത്തരവ് നിലവിൽ ഇവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്